അല്ലി ചേച്ചി തുടക്കം തൊട്ട് ഒരു അവസാനം വരയ്ക്കും അവിടെ ഉണ്ടായിരിക്കും. വനിതാരത്നങ്ങളാണ്. അതെ, ഞങ്ങളോട് കെമിക്കൽ മാനേഴ്സ് ഒന്നുമില്ല. നന്നായിട്ട് തിരുമ്പണം. അയ്യോ ഇപ്പൊ തന്നെ ഒരു മണം വരുന്നുണ്ട്. ഇതാണ് എല്ലാവരും കാലങ്ങളായിട്ട് ചോദിച്ച പിണ്ടി സാലഡാണ് ഇത് കേട്ടാ. തരൂ, വായിൽ വെള്ളം വന്നിട്ട് പാടില്ല. നമ്മളപ്പോ മറ്റത്തേക്ക് വന്നിട്ട് അടുത്ത വീഡിയോയിലേക്ക് കടക്കാൻ പോവാ. അതിന് മുന്നേ മരിയൻ കാറ്ററിംഗ് അല്ലെങ്കിൽ മരിയൻ ഡെലിക്കസീസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിന്റെ നമ്മളിപ്പോ സാധാരണ കാറ്ററിംഗ് ഒക്കെ തുടങ്ങുമ്പോൾ ആരെങ്കിലും തുടങ്ങുമ്പോൾ അവർക്ക് അതിൽ പാചകത്തിനോടുള്ള ഭയങ്കരമായ ഇഷ്ടം, അവരുടെ കൈപുണ്യവും ഒക്കെ വീട്ടിലെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഗസ്റ്റുകൾ വരുന്നവരൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവർ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇത് വലിയൊരു ഇതായി കഴിയുമ്പോൾ പിന്നെ ജോലിക്കാരൊക്കെ വരും. പിന്നെ ഈ മെയിനായിട്ടുള്ള ആൾ വല്ലപ്പോഴും ഒന്ന് വന്ന് നോക്കലുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ സ്റ്റാഫായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ പലപ്പോഴും ഓരോ സ്ഥലത്തേക്ക് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് വലിയ പേര് കേട്ട സ്ഥാപനങ്ങളിലേക്കൊക്കെ നമ്മൾ പറയും പിന്നീട് പണ്ടത്തെ ടേസ്റ്റ് ഒന്നുമില്ല. ഇപ്പം അമ്പിസ്വാമിയുടെ അവിടുത്തെ സദ്യ അല്ലെങ്കിൽ പായസം പണ്ടത്തെ ഇതൊന്നുമില്ല അങ്ങനെ പറയും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തുടങ്ങിയ കാലഘട്ടം തൊട്ട് അതിലത്തെ ടേസ്റ്റിനൊന്നും മാറ്റം വരാണ്ട് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കാരണം അല്ലി ചേച്ചി തുടക്കം തൊട്ട് ഒരു അവസാനം വരയ്ക്കും അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ അല്ലി ചേച്ചി അങ്ങനെ അവിടെ ഉണ്ടെങ്കിലും അല്ലി ചേച്ചിയുടെ മനസ്സറിഞ്ഞ് ഒരു ഇപ്പം മറ്റേ സിനിമയിൽ പറയില്ലേ അതിൽ മസാല പിടിച്ചിട്ടില്ല അങ്ങനെ എന്നൊക്കെ പറയണ പോലെ ടേസ്റ്റ് ഇത് നോക്കാണ്ട് തന്നെ അതിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉള്ളതും അല്ലെങ്കിൽ അല്ലി ചേച്ചിക്ക് അവിടെ എപ്പോഴും നിൽക്കുമ്പോൾ ടേസ്റ്റ് അറിയില്ല നോക്കുമ്പോൾ അല്ലേ. അപ്പം അത് ടേസ്റ്റ് ചെയ്ത് നോക്കാനും അങ്ങനെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്നവരാണ് ഈ ഇവിടെ നിൽക്കുന്ന ഈ എന്താ പറയാ നമ്മുടെ വനിതാരത്നങ്ങളാണ്. അതെ ഇവര്. അപ്പൊ ഇവരിങ്ങനെ ഈ ഒപ്പം കട്ടക്കുള്ളത് കൊണ്ടാണ് ചേച്ചിക്കും ഇങ്ങനെ പറ്റണേ. അപ്പൊ ഇന്ന് പണികളൊക്കെ കഴിഞ്ഞാ നിങ്ങളുടെ പാത്രം കഴുകൽ കഴിഞ്ഞിട്ടില്ലേ? അപ്പൊ ഈ പാചകം ചെയ്യാൻ പോണത് ഇവരെല്ലാവരും കൂടിയിട്ടാ അല്ലേ? അടുത്തായിട്ട് ഇവരുടെ ഡ്യൂട്ടിയാണത് ഇവരെന്നെയാണ് ചെയ്യാറ്. അതുകൊണ്ട് അല്ലി ചേച്ചി വിചാരിച്ചു ഇത് നമുക്ക് അന്ന് നമ്മൾ ഫസ്റ്റ് ഡേ വന്നപ്പോ തൊട്ട് നമുക്ക് റിക്വസ്റ്റ് വരുന്ന ഒരു ഹൈലി റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. പിണ്ടി വെച്ചിട്ടുള്ള ഒരു സാലഡ്. അത് എല്ലാ ഭക്ഷണത്തിനും കൂടെ പോവാറുള്ള സമയത്തൊക്കെ പിണ്ടി കിട്ടുന്ന സമയത്ത് പാളയംകുടം വാഴയുടെ പിണ്ടി മാത്രമാണ് ഇതിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിന് മാത്രമേ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത് കിട്ടുന്ന സമയങ്ങളിലൊക്കെ വരുന്ന പരിപാടികൾക്ക് അതൊരു സിഗ്നേച്ചർ ഐറ്റം ആയിട്ട് ഇവരുടെ ഉണ്ടാവാറുണ്ട്. സാധാരണ പ്ലെയിൻ വിനിഗർ സാലഡിന് പകരമായിട്ട് കൂടുതൽ ഇതാണ് കൊടുക്കുക. ഒരു പുതുമയുള്ള സാധനമാണ്. എന്നാൽ വിനിഗർ സാലഡിന്റെ എല്ലാം മെച്ചമുണ്ട്. പിന്നെ ഒരു കണ്ടാമിനേഷനും ഇല്ലാതെ നമ്മുടെ പറമ്പിൽ ഇപ്പൊ ഞങ്ങളിവിടെ കെമിക്കൽ മാനേഴ്സ് ഒന്നുമില്ല. നമ്മുടെ പറമ്പിൽ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന വാഴയുടെ പിണ്ടി ഇതിൽ പിന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലേവറിങ് ഒന്നുമില്ല. ആകെയുള്ള ചൊറുക്കിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള. അപ്പൊ തീർത്തും ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു സാധനം. പിണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല ഹെൽത്തി ആണല്ലോ, ഫൈബർ ഒക്കെ ഉള്ളതല്ലേ. അപ്പൊ ഇവരത് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ സൈമൺ ചേട്ടനുണ്ട്. പേരുകൾ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടി പറയാം. പറഞ്ഞോ. മല്ലിക, സുമ, മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സാലാണ്. ഞാനും സാ. ആദ്യം തന്നെ എനിക്ക് വേണ്ട സാധനം ഈ ഉണ്ണിപ്പിണ്ടി എന്ന് പറയുന്നതാണ്. ഇത് നന്നായിട്ട് ചെറുതായിട്ട് അരിയണം. അരിഞ്ഞിന്റെ ഇത് കളയണ്ടേ? നൂല് കളയണം. ഉപ്പും ചൊറുക്കയും ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് ഇത്. അത് ശരി, ഉപ്പും ചൊറുക്കും ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് ഇട്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് സബോള പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ഇടുന്നു. ഈ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാവണ ഈ മുളക് തന്നെയാണ്. അപ്പൊ കുത്തിപ്പൊടി മുളക് ഇട്ടു. അപ്പൊ തന്നെ നമ്മള് ചേർത്ത ഈ കുത്തുമുളക് എന്താ പറയാ കുത്തിപ്പൊടി മുളക് ഉണ്ടല്ലോ, അതിന്റെ കൂടെ നമ്മൾ സാധാരണ വറ്റൽ മുളകിന്റെ കൂടെ ഈ ഇവിടത്തെ പറമ്പിൽ തന്നെ ഉണ്ടാവുന്ന കാന്താരി മുളകും കൂടി ചതച്ചതാണ് ഇട്ടത്. രണ്ടും കൂടി ചേർത്ത് ചതച്ചതാണ് ഇത്, വറ്റൽ മുളകും കാന്താരി മുളകും. ഇനി എന്തുട്ടാ ചെയ്യാൻ പോണേ? വെളിച്ചെണ്ണ. ഇതൊക്കെ കൈകൊണ്ട് തന്നെ ചെയ്താലാട്ടോ അതിന്റെ അതുള്ളൂ. ഗ്ലൗസ് ഒക്കെ ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. കൈകൊണ്ട് തന്നെ ചെയ്യണം. കാശ്മീരി മുളക്, കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടു ഒരു കളറിന്. കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടു. ഇത്ര ഉള്ളോ? നന്നായിട്ട് തിരുമ്പണം. ചിലപ്പോ ഉപ്പ് കുറവുണ്ടാവും, ചിലപ്പോ ഇത്തിരി പുളി കുറവുണ്ടാവും. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിടുക, പുളി കുറവാണെങ്കിൽ വിനാഗിരി ഒഴിക്കുക.
അയ്യോ ഇപ്പൊ തന്നെ ഒരു മണം വരുന്നുണ്ട്. വേപ്പിലൊക്കെ തിരുമ്പിട്ട് കഴിയുമ്പോഴേ സവോള വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് ഇതിന് സവോളയ്ക്ക് പകരം ചുവന്നുള്ളി ഇടേണ്ടവർക്ക് ചുവന്നുള്ളി ഇടാട്ടോ. ഇതാരാ കണ്ടുപിടിച്ചത്? ഇത് ഞാൻ കണ്ടുപിടിച്ചത് സൈമണാണ് ഇതൊക്കെ പറഞ്ഞത്. ഞങ്ങൾ ഒരിക്കൽ തൊടുപുഴ എവിടെയോ പോയിട്ട് വരുമ്പോ ഒരു സ്ഥലത്ത് ഈ ഉപ്പിലിട്ട സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവില്ലേ കുപ്പിയില്, അപ്പൊ അവിടെ പിണ്ടി ഉപ്പിലിട്ട് വെച്ചേക്കണം, ഇങ്ങനെ പിണ്ടി മാത്രമായിട്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പിണ്ടി ഇടാന്ന്. അപ്പൊ പിന്നെ ജാതിക്കയുടെ തൊണ്ട് ഒക്കെ ഉപ്പിലിട്ടു. ഇതിങ്ങനെ ഉപ്പിലിട്ടിട്ട് ഇവിടെ ആരും തിന്നണ ആണല്ലോ. അപ്പൊ സൈമൺ ഒരു ദിവസം സലാഡാക്കി നോക്കി ഇങ്ങനെ ചെയ്തു നോക്കാമോ. ഉപ്പ് കുറവുണ്ട്. അപ്പൊ ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ ഇറച്ചി മീനും വെക്കുമ്പോഴാണെങ്കിൽ ഇവര് ഉപ്പില്ല എല്ലാരും നോക്കും, അത് ചെയ്യും, അത്ര തന്നെ. ഇതാണ് എല്ലാവരും കാലങ്ങളായിട്ട് ചോദിച്ച അതെ പിണ്ടി സാലഡാണ് ഇത് കേട്ടാ. ഇതില് പാളയംകുടൻ വാഴ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പറയുന്നത് അതടുത്തേക്കുള്ളത് എന്താണ് പാളയംകുടൻ വാഴ അല്ലെങ്കിൽ ഇവിടെ മൈസൂർ വാഴ എന്ന് പറയും. രണ്ടും ഒന്നാണ്. ഇത് ഇതിന്റെ പിണ്ടി മാത്രമേ പറയാ. ഞങ്ങളൊക്കെ പാളയംകോടൻ എന്നാ പറയാ. മൈസൂർ വാഴ എന്നാ പറയാ അല്ലേ. ഇത് അരിയണ ഒരു സമയം മാത്രം നമുക്ക് പോകാൻ സമയം എടുക്കും. അരിയണ ഒരു സമയം അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിക്സിയില് സിമ്പിളാണ്. തരൂ വായിൽ വെള്ളം വന്നിട്ട് വള്ളിയാ. പുളിയോ ഉപ്പ വല്ലതും കുറവുണ്ടോ? എല്ലാം പാകം, എല്ലാം കറക്റ്റ് പാകം. അടിപൊളി. എരിവ് കൂടുതലില്ലേ? ഞാൻ കളർ കണ്ടപ്പോ എരിവ് ഉണ്ടാവും. അതൊരു ഭംഗിക്ക് ഇടണതാണ്. കാശ്മീരിയുടെ പച്ചമുളകിന്റെ ഒരു രസമാണ് അതിന് വരണ്ട, എന്നാലും അതിനൊരു ടേസ്റ്റ്. വെറൈറ്റി ലുക്ക് ഇടുന്ന സാധനം കൊടുക്കുമ്പോ പരിപാടിക്ക് കൊടുക്കുമ്പോ നമ്മൾ എത്രയോ കല്യാണങ്ങൾക്ക് പോയിട്ടുണ്ട്. ഇതുവരെക്കും ഇങ്ങനത്തെ ഒരു സലാഡ് നമ്മൾ കണ്ടിട്ടില്ല. എന്താ ചെയ്യാന്ന് വെച്ചാല് നമുക്കിവിടെ പിണ്ടി ഉള്ളപ്പോ മാത്രമേ ചെയ്യുള്ളൂ. നമ്മള് പുറത്തുനിന്ന് ചെയ്യില്ല. നമ്മുടെ പറമ്പിൽ വാഴയുള്ള സമയത്ത് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. സാധാരണ കായക്കൊല വെട്ടുമ്പോ കട മാത്രമായിട്ട് വെട്ടിയിടും. അപ്പൊ പിന്നെ കൊലക്കാത്ത വാഴ വെട്ടിട്ടാ പിണ്ടി. കൈയഴിക്കോ പാവം സരസ്വതി ചേച്ചി. കൈയഴുകാണ്ട് ഇഷ്ടം പോലെ തിന്നത്, ഇഷ്ടം പോലെ തിന്നാം. ഇങ്ങനെ കോരി തിന്നാം. ജഗ്ഗു ഒരു അതുപോലെ തന്നെ ഒരു ചെറിയ സാധനം കൂടിയാണ് എല്ലാവരും ടേസ്റ്റ് ചെയ്യുക. ഞങ്ങൾ തന്നെയാണല്ലോ സ്ഥിരം ടേസ്റ്റ് ചെയ്യുന്നത്. അല്ലി ചേച്ചി ഉണ്ടാക്കണേല് ഏറ്റവും ഇഷ്ടം നിങ്ങൾക്ക് എന്തുട്ടാ? എന്നാലും ജിരെ മോന്റെ കല്യാണത്തിന് ഞങ്ങള് ബീഫ് കുറുമ വെച്ചേ. അപ്പൊ ഇഷ്ടമാണ്. അത് ഇതുപോലെയൊക്കെ തന്നെ, എത്രയൊക്കെ തന്നെ, വലിയ വ്യത്യാസമൊന്നും വേണ്ട. സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇട്ടത്. അതേപോലെ തന്നെ ഇനി സാലഡ് തന്നെ അടുത്തത് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ ഒരു സാലഡ് നമുക്ക്. സാലഡ് വേണ്ട, ചമ്മന്തി. ഇല്ല ഒന്നും വേണ്ട. ഒന്നും കൂടി ചമ്മന്തിയാണ്. ചമ്മന്തി പോലെ എന്ന് പറയാം. കുഴപ്പമില്ല, പിണ്ടിയാ, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അടുത്തത് ചെയ്യാട്ടോ നമുക്ക്. അപ്പൊ അങ്ങനെ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സാലഡ് നമ്മൾ കണ്ടു പിണ്ടിയുടെ. അടുത്തതായിട്ട് ചെയ്യാൻ പോണത് 2 മിനിറ്റ് കൊണ്ട് ഒരു ചമ്മന്തി. അത് മാത്രം മതി ഇന്ന് ചോറിനാനായിട്ട്. കുറച്ച് സബോള അരിഞ്ഞിട്ട് അതിലിടുക. സബോള, തക്കാളി ഞാനൊന്ന് പതുക്കെ ഇത് ചെറുതാക്കി അരിയാന്നുണ്ടെങ്കിൽ അങ്ങനെ നല്ലത്. ഞാനൊന്ന് മിക്സിയിൽ, എനിക്കത് കടിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒന്ന് പതുക്കെ മിക്സിയിൽ ഒന്ന് അരച്ചു, ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. എത്ര തക്കാളി ഉണ്ട്? ഇത് 2 തക്കാളി, ഒരു സബോള, ഒരു വലിയൊരു സബോള പൊടിയായിട്ട് അരിഞ്ഞതും 2 തക്കാളി. ഇത് ഒരല്ലി വെളുത്തുള്ളി ഉണ്ട്, ബാക്കി ഈ മുളക്. ഒരല്ലി വെളുത്തുള്ളിയും പിന്നെ ഈ കാന്താരി മുളകും ചതച്ചതാണിത്. പിന്നെ കുറച്ച് പുളി പിഴിഞ്ഞ, പിന്നെ നമ്മുടെ വാളംപുളി പിഴിഞ്ഞ വെള്ളം ഒരു കുറച്ച്, വെളിച്ചെണ്ണ, കുറച്ച് പച്ച വെളിച്ചെണ്ണ, കാശ്മീരി മുളക് പൊടി, കറിവേപ്പില,
ഉപ്പ്, ഇത് കൈ വെച്ച് മിക്സ് കൈ ചെയ്ത് തന്നെയാണ് കൈ വേണം. കൈ വെച്ച് മിക്സ് ചെയ്യാ. കഴിഞ്ഞ പരിപാടി അല്ലേ? ഇത്രേ ഉള്ളൂ. ഇത് ഭയങ്കര ടേസ്റ്റാണ് ചോറിൽ കഴിക്കാൻ. കുറച്ച് തൈരും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായി അല്ലേ? പപ്പടം കൂടി കാച്ചിതുണ്ടെങ്കിൽ അതുകൊണ്ട് കൈ കൊണ്ടാണ്ട് തിരുമ്പി യോജിപ്പിക്കാതെ തന്നെ. നിങ്ങൾക്ക് നോയമ്പില് ഇടയ്ക്ക് ഉണ്ടാവണ ഒരു നോയമ്പിന്റെ സമയത്ത് വായിക്കൊരു ചൊടിക്ക് ഉണ്ടാക്കണതല്ലേ? ആ, ഇപ്പൊ നോയമ്പ് എല്ലാവരും വീടിന് അടുത്ത് നോയമ്പ് തുടങ്ങുമ്പോ നിങ്ങൾ ഈ റെസിപ്പി എന്തായാലും സേവ് ചെയ്ത് വെച്ചോ. നോയമ്പിന്റെ സമയത്ത് ഇടയ്ക്ക് ചൊടി എല്ലാവരും ചെയ്യണതൊക്കെ ആയിരിക്കാം, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഇത്. ആ ചുമന്നുള്ളി, വെറുതെ ചുമന്നുള്ളിയും പുളിയും മുളകും. പുളി ഇത്തിരി കുറവുണ്ട്, അപ്പം ഇത്തിരി കൂടി പുളി ഒഴിച്ചു. ഉപ്പും കൂടിയാണ്. ഇത് വീട്ടിൽ ചെയ്യണതാണ് കേട്ടോ, അല്ലാണ്ട് ഇത് പുറത്തേക്ക് കൊടുക്കണതല്ല. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടാ. നല്ല രസമുണ്ട്. ഇത് കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയാ. ചേട്ടൻ ഇതൊന്ന് ടേസ്റ്റ് നോക്കിയാ കഴിഞ്ഞു പരിപാടി. ഉപ്പ് പുളിയൊക്കെ പാകം. അപ്പൊ സബോളയും തക്കാളിയും വീട്ടിലുണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാം. വീണ്ടും കൈ നീട്ടുന്നു. ആ, ചോറ് കൂട്ടി കഴിക്കാൻ നല്ലതാണ്. വേറെ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. മതി. എരിവൊക്കെ അവരവരുടെ ഇതനുസരിച്ച് കൂട്ടിയൊക്കെ ഇടാട്ടോ. മുളകിന്റെ രസമാണ് വരേണ്ടത് നമുക്ക്, പച്ചമുളകിന്റെ പൊടിയുടെ അല്ല. ആ, അപ്പൊ പച്ചമുളക് എരിവുള്ളതാണെങ്കിൽ അത് മാത്രം ചേർത്താലും മതി. ഇതൊരു കളറിന് കാശ്മീരി മുളക് കൂടി ചേർത്തു എന്നുള്ളൂ. കൈ കഴുകട്ടെട്ടാ. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ പോവാണ് കേട്ടാ. പക്ഷെ ഇനിയും വരും. ഇനിയും ഇപ്പൊ ഈ ഇതിന്റെ ഇടയിൽ ഞങ്ങൾ വെറുതെ സംസാരിക്കണതിന്റെ ഇടയിൽ തന്നെ ഇങ്ങനെ ഓരോ റെസിപ്പികൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു സാധനം പറഞ്ഞപ്പോ എനിക്കത് കഴിക്കണം എന്ന് തോന്നി. ഒരു ഫ്രൈഡ് റൈസ്, ഒരു പ്രത്യേകതരം ഫ്രൈഡ് റൈസ് എന്ന് പറയാൻ പറ്റില്ല ഇതിനെ. ഗീ റൈസ്, പുലാവ്, ഫ്രൈഡ് റൈസ്, ഇത് മൂന്നും കൂട്ടി ചേർത്തിട്ടുള്ള ഒരു സാധനമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ത്രിവേണി സംഗമം. അപ്പൊ അങ്ങനെ പിന്നെ ബിരിയാണി, അള്ളി ചേച്ചിയുടെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ട്. അപ്പൊ അങ്ങനെ ഇനിയും ഉണ്ട് സാധനങ്ങൾ. അപ്പൊ ഇനി ഞങ്ങൾ വരുന്നതായിരിക്കും. ഇപ്പൊ ഞങ്ങൾ തൽക്കാലത്തേക്ക് വിട പറയുകയാണ്. പിന്നെ നിങ്ങൾക്ക് കല്യാണ പരിപാടികള്, അല്ലെങ്കിൽ ബർത്ത്ഡേ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, വിളിച്ചാൽ മതി. തൃശ്ശൂർ ജില്ല മാത്രമല്ല കേട്ടോ, ബാക്കി ജില്ലക്കാരെ പ്രതീക്ഷിക്കരുത്. പിന്നെ അകലം കൂടുന്ന എല്ലാ റോഡിലും ബ്ലോക്ക് ആണല്ലോ. അപ്പൊ നമ്മൾ തീർച്ചയായും അകലേക്ക് റിസ്ക് ആണത് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഭക്ഷണം കേടാവാണ്ട് അവിടേക്ക് എത്തിക്കണല്ലോ, എന്നാൽ ചൂടാറാനും പാടില്ല. അതന്നെ, അങ്ങനെ ഇരിക്കണം. നമുക്ക് പ്രോസസ്സേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ ഈ സാധനങ്ങൾ നേരത്തേക്ക് നമ്മൾ എത്തിച്ചില്ലേ, ഡിലേ ആയി, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പൊ സമ്മർ ആവുന്നതോറും ചൂട് കൂടും, ഈ വണ്ടിയുടെ ചൂടല്ലേ. പിന്നെ അപ്പൊ നമ്മൾ അതുകൊണ്ട് റീച്ചബിൾ ഡിസ്റ്റൻസ്. പിന്നെ ഇപ്പോഴത്തെ വഴിയുടെ കണ്ടീഷൻ, ഇത് വഴിയൊക്കെ ഒന്നുകൂടെയൊക്കെ നന്നായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ദൂരേക്ക് പോകും. ഇപ്പൊ ഞങ്ങള് ഇൻ ആൻഡ് റൗണ്ട് ഒരു 30 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ നമ്മള് 35 കിലോമീറ്റർ വരെയൊക്കെ പോകുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടുപിടിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. കുറെ പേരൊക്കെ വിളിച്ചു ഓർഡർ ചെയ്തു. ഈ ഇത് കണ്ടിട്ട് വിളിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ എല്ലായ്പ്പോഴും ഞങ്ങളൊരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരുവിധം പറ്റാവുന്ന കേസുകളൊക്കെ ആണെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യണ്ട. പിന്നെ ഒഴിച്ചുവിടാൻ പറ്റാത്ത കേസുകളാവുമ്പോ 13-ാം തീയതി നമ്മുടെ ഒല്ലൂര് ഞങ്ങളുടെ അവിടെ 4-ാം തീയതിക്ക് ഒരു ഇന്നലെ ചേറ്റുപഴുന്ന അവിടെ നിന്ന് വിളിച്ചിരുന്നു. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റില്ല. 4-ാം തീയതി 750-800 ആളുടെ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് തൽക്കാലത്തേക്ക് ഒരു എക്സ്ക്യൂസ് പറഞ്ഞു, ഇനി എന്തെങ്കിലും വരുമ്പോ നോക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ശരി, എല്ലാവർക്കും